ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ചൈനീസ് ഐറ്റമാണ് വെജ് എഗ് നൂഡിൽസ്. ഇത് എല്ലാവരും ഹോട്ടലിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടാവും. ഇതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതാണ്. വരൂ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വരൂ വീഡിയോയിലേക്ക് പോകാം. വെജ് എഗ് നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ പ്ലെയിൻ നൂഡിൽസ് 200 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് 1 ടീസ്പൂൺ സാൾട്ടും കൂടിയിട്ട് നമുക്ക് ഈ നൂഡിൽസ് ഇതിലിട്ട് വേവിക്കാം. നമ്മുടെ നൂഡിൽസ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അരിപ്പയിലേക്ക് നൂഡിൽസ് ഇരുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് വാഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് സ്റ്റിക്കി ആവും. ഇതിൻ്റെ പുറത്ത് കുറച്ച് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ മിക്സാക്കി വയ്ക്കുമ്പോൾ നമുക്ക് തമ്മിൽ ഒട്ടാതിരിക്കും. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ജൂലിയനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് നീളത്തിലരിഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബീൻസും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, ക്യാപ്സിക്കം ഒരു നീളത്തിൽ. നമ്മൾ ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ ഗ്രീനാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഗ്രീനാണ് വച്ചിരിക്കുന്നത്. ക്യാരറ്റും കുറച്ച് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 സവാള നീളത്തിലരിഞ്ഞതും. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കിണ്ണത്തിൽ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. ഇവിടെ ഒരു പരന്ന പാത്രം ഗ്യാസിൽ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ സൺഫ്ലവറോ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി. കോക്കനട്ട് ഓയിൽ വേണ്ട. ചൂടായ ശേഷം ഇതിലേക്ക് പൊടിയായിട്ട് നറുക്കിയ ഗാർലിക്കും സവാളയും കൂടിയിട്ട് അതിലും വാട്ടും. ഇതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, 2 പച്ചമുളക്. വെജിറ്റബിൾസ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് വഴറ്റാം. വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് ഉടയണ്ട. ഇതിൽ ക്രഞ്ചി ആയിട്ട് വേണം കിടക്കാൻ. അതേസമയം കുറച്ച് കുക്കാവുകയും വേണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സാൾട്ട് ചേർക്കുകയാണ്. നമ്മൾ സോസിൽ ഒഴിക്കുമ്പം സോസിൽ ഉപ്പുണ്ടാകും, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ആൾറെഡി നമ്മൾ നൂഡിൽസിൽ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. ആമാ. ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ഈ സോസ് ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ് എല്ലാം കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്
ഇട്ട് ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച നൂഡിൽസ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ്ഗ് വെജിറ്റബിൾ നൂഡിൽസ് റെഡിയായി. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വെജ് എഗ് നൂഡിൽസ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൾ എന്നൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.